നമസ്കാരം. റാഫ് ഡയറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. നല്ല മഴയാണ്. അപ്പോൾ സ്റ്റുഡിയോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ഒരു വാർത്ത കണ്ടത്. കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം വന്നു. ഇത്തവണത്തെ മഴ സീസൺ സ്റ്റാർട്ട് ചെയ്തു. 2009 ശേഷം ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ കേരളത്തിലേക്ക് മഴ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്ന് പറയുമ്പോൾ ഒരു 10-15 കൊല്ലത്തിന് ശേഷം, 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇത്ര നേരത്തെ നമുക്ക് മഴ എത്തുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ പറഞ്ഞാൽ സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് മെയ് 24 ഇന്നത്തെ ദിവസം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. സാധാരണയിലും 8 ദിവസം മുമ്പേ എത്തിയ കാലവർഷം 2009 ശേഷം, അതായത് 2009 മെയ് 23 എത്തിയത്. അപ്പോൾ 2009 ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ഇത്തവണത്തേത്. 1990 മെയ് 19 1975 ശേഷം ഏറ്റവും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയത്. ഈ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി KSDMAയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. അപ്പോൾ അത് പറയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി KSDMAയുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാലാവസ്ഥ കാര്യങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം, ഇതൊക്കെ അതിൽ ഓരോ മണിക്കൂറിലും എന്ന രൂപത്തിൽ അപ്ഡേറ്റ് ചെയ്ത് വരാറുണ്ട്. ഇപ്പോൾ ഓരോ 3 മണിക്കൂറിലെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥ എന്താണ്, ദിനാന്തരീക്ഷ അവസ്ഥ എന്താണ്, അതായത് നൗകാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്കറിയാമല്ലോ, നല്ല മഴ ഉണ്ടാകുന്ന സമയത്ത് പ്രകൃതിക്ഷോഭങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ തവണയും നമ്മളെ വല്ലാതെ വലച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ വണ്ടിയൊക്കെ ആയിട്ട് റോട്ടിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണണം, കേൾക്കണം, അത് നമ്മൾ പാലിക്കുകയും വേണം. അതിന് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോളോ ചെയ്യാവുന്ന ഒരു പേജാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. മഴ എന്ന് പറയുന്നത് നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ടാക്കുന്ന, നമുക്ക് മഴ യാത്രകളും അതുപോലെ മഴ നൃത്തങ്ങളും മറ്റുമൊക്കെ നടത്തി നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വലിയ രൂപത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയവുമാണ്. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ മറ്റ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.